ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഷാൻഷബ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പോഞ്ച് ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണിത്. ചോക്ലേറ്റിൻ്റെ ഏത് കേക്കിനും നമുക്ക് ബേസായി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. ഇത് 1/2 kg വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനത് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഓവനിലല്ല, നമ്മൾ സാധാ ഹോം മെയ്ഡ് ഓവനിലാണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. മൈദ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ നിർബന്ധമല്ല, പക്ഷെ ചെയ്താൽ നമുക്ക് നേരത്തിൽ കിട്ടും. നല്ലപോലെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ്. നല്ലൊരു പൊക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്തെടുക്കുന്നുണ്ട്. ആ മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ 1/8 കപ്പിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണേ കൊള്ളുള്ളൂ. അങ്ങനെ 1/8 കപ്പിന് ഫുള്ളായിട്ട് എന്നിട്ട് നമുക്ക് നേരെ വടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അതിന് മൈദ ഒന്ന് മാറ്റി വെക്കണം. 1/2 കപ്പ് മൈനസ് 2 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമ്മളിങ്ങനെ മാറ്റി വെച്ച മൈദക്ക് പകരം അതേ അളവിൽ നമ്മൾ അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് വെക്കണം. 1/8 കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ അതിലേക്ക് ചേർത്തെടുക്കുന്നത്. അതായത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നാലേ നമ്മളെ കേക്ക് നല്ല പോലെ സോഫ്റ്റായി കിട്ടുള്ളൂ. അങ്ങനെ അരിച്ചെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കേട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് മിക്സും തയ്യാറാക്കാം. അതിനായിട്ട് വൈറ്റും യോക്കും എഗിൻ്റെ വൈറ്റും എഗ് യോക്കും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആക്കുമ്പോൾ പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ എഗിൻ്റെ യോക്ക് പൊട്ടിപ്പോയതാണ്, അല്ല ഒന്നല്ല. ആ എഗ് വൈറ്റിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ല പോലെ ബീറ്റാക്കി എടുക്കാം. നമ്മൾ സ്നോ പുഡിങ് ചേർക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ എഗ് വൈറ്റിൻ്റെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിരിക്കണം. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. പാത്രത്തിൽ നിന്ന് താഴെ പോകാൻ പാടില്ല. അതാണ്. നല്ല പോലെ ബീറ്റാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എഗ് യോക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ട് വേണം എഗ് യോക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നേരെ തിരിച്ച ചെയ്യുന്നെങ്കിൽ നമുക്കിങ്ങനെ ഫ്ലഫി ആയിട്ട് നമ്മൾ എഗ് വൈറ്റ് കിട്ടില്ല. എഗ് യോക്കിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്കിലേക്ക് എഗ് വൈറ്റ് ചേർന്നാൽ യാതൊരു കുഴപ്പമില്ല. എന്നാൽ എഗ് വൈറ്റിലേക്ക് എഗ് യോക്ക് ചേർന്നാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല. അതാണ് കാരണം. നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ആ കളറൊന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ച് ചേർത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പരിവായിരിക്കണം നമ്മുടെ എഗ് യോക്കിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ നല്ല ക്രീമി ആയിരിക്കണം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്തെടുക്കാം. പാം ഓയിൽ വേണമെങ്കിൽ ചേർത്തെടുക്കാം. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇത് മാത്രമേ ചേർത്തെടുക്കാൻ പാടുള്ളൂ. നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ അതിലേക്ക് കുറച്ച് എഗ് വൈറ്റും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു
കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ എഗ്ഗ് വൈറ്റ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അടുത്തത് ബാറ്റർ ചേർക്കാൻ പാടുള്ളൂ. കണ്ടിന്യൂ ആയിട്ട് ചെയ്തെടുക്കുക, എന്നാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ബാറ്റർ നല്ലപോലെ നമ്മളൊരു കൺസിസ്റ്റൻസി റിബൺ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് എഗ്ഗ് വൈറ്റ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബാറ്ററാക്കി എടുക്കാം. അതിലേക്ക് പാലൊന്നും ചേർത്തെടുക്കുന്നില്ല, പാൽ ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതുപോലെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ടിന്നൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം, അതായിരിക്കും ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ബാറ്റർ ഒന്ന് മിക്സ് ചേർക്കാൻ. നമ്മൾ നല്ല ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് പാനിലേക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ തീരെ കൺസിസ്റ്റൻസി. എന്നിട്ട് ഒരു 30-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയതായതുകൊണ്ട് തന്നെ 30 മിനിറ്റിൽ തന്നെ നമുക്ക് ബേക്കായി കിട്ടും. പക്ഷെ പലരുടെയും ഫ്ലെയിം പലതും അല്ലേ, അതുകൊണ്ടാണ് ഒരേ മാതിരിക്കുള്ളതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല പോലെ ചൂടാതിന് ശേഷം ഇത് ഇപ്പോൾ കേക്ക് സെറ്റ് ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമ്മൾ നേരത്തെ ചെയ്ത വാനില സ്പോഞ്ച് കേക്കും ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും വെച്ചിട്ട് നല്ലൊരു കേക്ക് റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. വാൻചോ കേക്കല്ല, നിങ്ങൾ ഉദ്ദേശിക്കും വാൻചോ കേക്ക് ആയിരിക്കുമെന്ന്, പക്ഷേ വാൻചോ കേക്കല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.